ഹായ് നമസ്കാരം, അവിനാഷാണ്. ബോച്ചെ ടീ എന്ന് കേട്ടിട്ടുണ്ടോ? സംശയിക്കണ്ട, ബോബി ചെമ്മണ്ണൂരിന്റെ ടീ, ചായ തന്നെ, ചായപ്പൊടി. അപ്പോൾ അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടോ, അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. ബോച്ചെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രമുഖ സ്വർണ്ണ വ്യവസായി, അയാളുടെ പല ബിസിനസ്സുകൾക്കിടയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചായപ്പൊടിയുടെ ബിസിനസ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരൻ മാർക്കറ്റിങ്ങിന്റെ ഒരു രാജാവാണെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ ആളുടെ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴും ആളത് മാർക്കറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്സി ആക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി അതിലുണ്ടാവും, എന്നിട്ട് അത് മീഡിയാസ് ഏറ്റെടുക്കും, അല്ലെങ്കിൽ അത് കേസ്, എന്തെങ്കിലും ഒരു ചെറിയ പെറ്റി കേസ്, 500 രൂപ ഫൈൻ അടക്കുന്ന കേസൊക്കെ ആയിരിക്കും. അത് ഇയാളായതുകൊണ്ട് അത് ഭയങ്കര ന്യൂസാവും. അത്തരത്തിൽ ന്യൂസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ അഗ്രഗണ്യനാണ് ഈ പുള്ളിക്കാരൻ. എന്ന് വെച്ചാൽ കോടികളുടെ പണം മുടക്കി ഒരു മാർക്കറ്റിംഗ് നടത്തുന്നതിന് പകരം ഇത്തരം തുച്ഛമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിരാക്ഷസൻ, ഒരു രാവണൻ. അപ്പോൾ പുള്ളീനെ അങ്ങനെ വിശേഷിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് അറിയാം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നപ്പോൾ, ബോച്ചെ ടീ എന്ന് പറയുന്ന ചായപ്പൊടി വന്നപ്പോൾ, ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ലക്കി ഡ്രോയും ദിവസേന നറുക്കെടുപ്പും എത്രയോ വലിയ തുക, സമ്മാന തുകയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുള്ളി ഈ സാധനം ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇത് പുള്ളിക്ക് സെയിൽ ചെയ്യാനൊരു മാർക്കറ്റ് വേണം. എന്ന് വെച്ചാൽ പുള്ളിക്കോ ലീഡർ സ്റ്റാഫുകൾക്കോ നേരിട്ട് ഇറങ്ങി സെയിൽ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി കൊടുക്കാമെന്നുള്ള ധാരണയിലാണ് പുള്ളി ഇത് തുടങ്ങിയത്. എന്നിട്ട് ആർക്കാണ് ഈ ഫ്രാഞ്ചൈസി കൊടുത്തത്? സാധാരണക്കാരിൽ സാധാരണക്കാരായ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക്. അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടാൽ അവരുടെ അടുത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അത് ഫ്ലെക്സ് അടിച്ചിട്ട് ബോർഡ് വെച്ച്, ബോച്ചെ ടീ എന്ന് പറയുന്ന ബോർഡ് വെച്ച് അവർക്കൊരു കട ഇട്ട് കൊടുക്കും. കടയുടെ വാടക അഡ്വാൻസ് ഒക്കെ അവനവൻ കൊടുക്കുക, പ്രൊഡക്റ്റ് ഇറക്കി കൊടുക്കും. അതിൻ്റെ ലാഭവിഹിതം അല്ലെങ്കിൽ കമ്മീഷൻ ബേസിൽ ഒരു പാക്കറ്റ് വിറ്റാൽ 5 രൂപ എന്ന നിരക്കിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സെല്ലർക്ക്, കച്ചവടം ചെയ്യുന്ന ആ ഒരു ഫ്രാഞ്ചൈസി പാർട്ട്ണർക്ക്. അങ്ങനെ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. പുള്ളി പറഞ്ഞു, ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കട മാത്രം അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി മാത്രം ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലെറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ന്യൂസ് ചാനലായിട്ടുള്ള മറുനാടൻ മലയാളി അവരൊരു ന്യൂസ് പുറത്തുവിടുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു സംരംഭം തട്ടിപ്പാണെന്നുണ്ട്. അതിന് ദൃഷ്ടാന്തമായിട്ട് ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ പേരിൽ ഇവർ കൊടുത്തിട്ടുള്ള ഈ ഒരു സംരംഭം ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കണം. എന്തായാലും മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ പുറത്ത് വിട്ട വിഷ്വൽസിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കേൾക്കുക. നല്ല കച്ചവടമായിരുന്നു, ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുകയും നല്ല കച്ചവടമായിരുന്നു. ഞാൻ വിചാരിച്ചാൽ ക്ലച്ച് പിടിച്ചു എന്നൊരിതായിരുന്നു. പക്ഷെ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല, അവിടെയൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു. അതിൻ്റെതായിട്ടൊരു ഷോട്ട്. ഇന്നത്തെ കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു 30 എണ്ണമൊക്കെ പോകുന്നു. 30 എണ്ണം വിൽക്കുമ്പോൾ എത്ര രൂപ ചിരി കിട്ടും? എനിക്കന്നേരം ഒരു 100-150 രൂപ. ഒരെണ്ണം വിൽക്കുമ്പോൾ 5 രൂപയാണ്. ഈ 100 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഓ ഇല്ല. ഒരു ദിവസം ഒരു 30 പാക്കറ്റ് ചായപ്പൊടി വിൽക്കും. അവരുടെ ആ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ കുഞ്ഞ ഔട്ട്ലെറ്റാണ്. അതിൽ ഈ ചായപ്പൊടി മാത്രം കൊണ്ടുവച്ചിട്ട് അവർ കച്ചവടത്തിന് ഇരിക്കുന്ന ഒരു ചേച്ചിയാണ്. അവർക്കാണ് ആദ്യമായിട്ട് ഈ പുള്ളിക്കാരൻ ഔട്ട്ലെറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒരു ദിവസം 30 പാക്കറ്റാണ് ആവറേജ് പോകുന്നത്. അതിൽ 1 വിറ്റാൽ 5 രൂപ കിട്ടും. ഡെയിലി ഒരു 150 രൂപ കിട്ടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു കച്ചവടം ഇത്രയും കുറഞ്ഞു പോയത് എന്നുള്ളത് തുടർന്ന് ഓരോ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അടുത്തൊരു മറ്റൊരു പാർട്ട്ണറാണ്, എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി പാർട്ട്ണർ. കേട്ടോളൂ. ആദ്യം ഉദ്ഘാടനത്തിന് 1.5 ബാഗ് 1.5 ചാക്കോളം നല്ല കച്ചവടം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു. ഒരാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോ കച്ചവടം കുറഞ്ഞു തുടങ്ങി. പിന്നെ അപ്പുറമുള്ള ഷോപ്പിലേക്ക് സാധനം കിട്ടാൻ തുടങ്ങി. ആൾക്കാരുടെ വരവ് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഞാൻ അവർക്ക് 2-3 തവണ ഇങ്ങനെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് വേറെ ചായ കച്ചവടം ചെയ്യാൻ, അതിന്റെ കൂടുതൽ വേറെ വെച്ച് ബിസിനസ് ചെയ്യാനാണ് പറയുന്നത്. ഫ്രാഞ്ചൈസി ഇട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞത്, എത്രയോ കിലോമീറ്റർ പരിധിയിൽ നിങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസി മാത്രമേ ഉണ്ടാവും, നിങ്ങൾക്ക് മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര ഇതിട്ട് കൊടുത്തത്. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിന് ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട്. പുള്ളി അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചില ബ്രാൻഡുകൾ സ്പെഷ്യലി അവർക്ക് പ്രൊഡക്റ്റ് ഇറങ്ങി കൊടുക്കുന്നുണ്ട്, സൈക്കിളായാലും ചില ടോയ്സ് ഒക്കെ.
ഇവിടെ അത് തൊട്ടടുത്ത ഷോപ്പുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് അത് കച്ചവടത്തിന് ബാധിക്കില്ല. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊരു കരാറുണ്ട്, അതായത് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു ലൊക്കാലിറ്റി അത് മുഴുവൻ നമ്മുടെ ടെറിറ്ററിയാണ്, അതിനപ്പുറത്തേക്ക് പിന്നെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് മര്യാദ, അതാണ് മാന്യത, അതാണ് ബിസിനസിന്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്. ചേച്ചി വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു പ്രതിനിധി സംസാരിച്ചതിന്റെ ഓഡിയോ ഉണ്ട് അടുത്തതായിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും കിട്ടാനുണ്ടെന്ന്. തൃശ്ശൂർ ടൗണിൽ മാർക്കറ്റ് ഹോൾസെയിൽ സാധനമുണ്ട്, ഇവിടെ അടുത്തുള്ള കടകളുണ്ട്. അത് കൂടാതെ അടുത്തടുത്ത് സാമ്പത്തികൾ വേറെ ഒന്നു തുടങ്ങി എങ്ങനെ വിൽക്കാനോ വെച്ചാൽ കാരണം നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. ജീവിക്കാനൊക്കെ ഒരു മാർഗം കാണിച്ചു തന്നെങ്കിൽ അതിന് ഒരു അവസരം കൂടി നമുക്ക് തരണ്ടേ. എന്താ പറയാ, സാങ്കേതിക അതിന് പിന്നാലെ എല്ലാവർക്കും സാധനത്തിന് ഞങ്ങൾക്ക് പിന്നെ ആൾക്കാർ കൊണ്ടേ കൊടുത്തത് ഒരു അവസരം തന്നെ. ജീവിക്കാൻ കൂടി ഒരു അവസരം ആവേണ്ടത്, വിൽക്കാൻ ഒരു അവസരം തരണ്ടേ. അറിയില്ല, ഞാൻ പല പ്രാവശ്യം എല്ലാവർക്കും തന്നെ പറഞ്ഞിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ അത് ചുറ്റുവട്ടത്തെ കടകളിൽ കൊടുത്തിരിക്കും നമുക്ക് കച്ചവടം ഉണ്ടാവുമോ? മനസ്സിലായില്ല ചോദ്യം എനിക്ക്. അവരുടെ ഷോപ്പിന്റെ ഭാഗത്ത് 10 പോയാൽ മതി. ഞങ്ങള് മാത്രമാണ് സാമ്പത്തിക തുടങ്ങിയതാണ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോയാൽ മതി, ഒരു ദിവസം പോരാ. വേറെ സാധനം വിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരിൽ നമ്മൾ വേറെ ഫോട്ടോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഈ കടയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പൊ സപ്പോർട്ടായിട്ട് എങ്ങനെ നല്ലത് ചെയ്യില്ലേ? അതിന് അത് ചെയ്യാനുള്ള സാമ്പത്തിക കേസ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിലേ ഒരിക്കലും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തിക വരില്ല. അവന്റെ അമ്മൂമ്മയുടെ ഐഡിയ ആണ് അവന്. ഇവർക്ക് ഈ ഒരു ഔട്ട്ലെറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തിട്ട് ഇപ്പൊ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും മറ്റ് കടകളിലൊക്കെ ഈ സാധനം പ്രൊഡക്റ്റ് ഇങ്ങനെ കൊണ്ടേ തള്ളി വെച്ച് കൊടുക്കുകയാണ് സെയിലിൽ. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലടക്കം അവിടെ റെഗുലർ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ കാണുമ്പോൾ 5-10 പാക്കറ്റ് ഒരു ദിവസം പോയാലും അവർക്ക് അതിനെ ബാധിക്കുന്ന വിഷയമല്ല സെയിലിനെ. പക്ഷെ അതിന്റെ പേരിൽ ഇവർക്ക് കിട്ടേണ്ട ആ ഒരു 10 പാക്കറ്റ് ഷോർട്ട്, കച്ചവടത്തിൽ ഷോർട്ട് വരുമ്പോൾ അവര് കഷ്ടത്തിലാവുകയാണ്. ഈ വലിയൊരു എമൗണ്ട് അഡ്വാൻസും മാസവാടകയൊക്കെ കൊടുത്തിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ് അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ച് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുന്നു. അടിച്ച് കണ്ണുപൊട്ടിക്കേണ്ട വർത്താനം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, വൈകാരികമായിട്ട് സംസാരിക്കാമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരിന് വില വെക്കാതെ അവരുടെ കഷ്ടപ്പാടിനും അവർ ബുദ്ധിമുട്ടും എന്ന് അറിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ കാണിച്ചു കൊടുക്കുന്നവരോടൊക്കെ ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റൂ, പ്രതികരിക്കാൻ പറ്റൂ. ബാക്കിയോട് നമുക്കൊന്ന് കാണണം. ഫ്രാഞ്ചൈസി ഞങ്ങൾ എടുത്തിട്ട് യാതൊരു ഗുണമില്ല. ഞങ്ങൾ ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാർ പെട്ടെടുക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള മിക്ക ഔട്ട്ലെറ്റും. കാരണം ഞങ്ങളോട് പറഞ്ഞിരുന്നത് 10 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്നത്. ഫ്രാഞ്ചൈസി എമൗണ്ട് ഒന്നും മേടിച്ചിട്ടില്ല അവർ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൽ 4 ഫ്രാഞ്ചൈസി ആയി. അതേപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടപ്പുറത്തെ കടകളിൽ വരെ കിട്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസി 8 ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ആൾക്കാരൊക്കെ പെട്ട ആത്മഹത്യ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തുടങ്ങിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാവില്ല. കൂടിപ്പോയി ഒരു ദിവസം 100-200 പീസൊന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നമ്മൾ അതുപോലും പോകുന്നില്ല, 100 പീസ് പോലും പോകാത്ത കണ്ടീഷനാണ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടിട്ടൊക്കെ വേണം ക്യാഷ് ഇറക്കാനും ഇതൊക്കെ. ഇവർ ഫുള്ള് പറയുന്ന നുണകളാണ്. നമ്മളോട് കള്ളം പറഞ്ഞിട്ടാണ് ഇവർ ഇപ്പോൾ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. കേരളത്തിലുള്ള 90% ഫ്രാഞ്ചൈസികളും ബോച്ചപ്പാടെന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി സ്റ്റോറുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണ്ടീഷനും ഇപ്പോഴത്തെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ അവർ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ പറയാം. ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ പറയും. പിന്നെ നിങ്ങൾ കട എടുക്കണം, കട ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തിട്ട് വെക്കാനും പറയും. പക്ഷേ ഈ സാധനം വിറ്റ് പോകാൻ ചാൻസ് കുറവാണ്. കാരണം നിങ്ങളൊരു കട ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിൽ അന്വേഷിച്ചാൽ അവിടെയും കിട്ടും. ഞങ്ങളിപ്പോൾ എല്ലാവരും പെട്ടെടുക്കുന്ന കണ്ടീഷനല്ല. കേരളത്തിലുള്ള എല്ലാ ഔട്ട്ലെറ്റും ബോച്ചപ്പാടൻസ് എന്ന് പറഞ്ഞ എല്ലാ ഔട്ട്ലെറ്റിലും പെട്ടെടുക്കുന്ന അവസ്ഥയാണ്. 10 ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾ കടയിട്ട് എല്ലാം ചെയ്തിട്ട് അത് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന കണ്ടീഷനാണ്. ചിലർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ഫ്രാഞ്ചൈസി പോയിട്ട് അന്വേഷിക്കുക. ഞാൻ പറഞ്ഞില്ലേ, 10 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങളുടെ ഒരു കട മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് മോഹിപ്പിച്ചിട്ട് കച്ചവടം വാഗ്ദാനം നൽകിയിട്ട് തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തതാണ് ഈ ഒരു ബിസിനസ്. ഇപ്പോൾ നിലവിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ 4 കട എന്നാണ് പറയുന്നത്. 4 ഫ്രാഞ്ചൈസി വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ പുള്ളി പറഞ്ഞത്. അപ്പോൾ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 40ഓളം കടകൾ കാണണം അല്ലേ? ഈ ഒരു കണക്ക് പ്രകാരം നോക്കാനാണെങ്കിൽ ഒരാൾക്ക് കിട്ടേണ്ട കച്ചവടം 40 കടകളിൽ ഡൈവേർട്ട് ചെയ്ത് പോകണം. അതിൽ പലതും വലിയ വലിയ ഷോപ്പുകളും മാർക്കറ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെ അത് ബാധിക്കും. അവർക്കത് ബാധിക്കുന്ന വിഷയമല്ല, ബാധകം ആവില്ല. വളരെ വലിയൊരു ചീറ്റിംഗ് ആണ്. അതിന്റെ പേരിൽ ആത്മഹത്യയുടെ വക്കിലാണ് അത്ര പലരും. ഈ ഫ്രാഞ്ചൈസി എടുത്തവർ, പാർട്ട്ണർഷിപ്പ് ഫ്രാഞ്ചൈസി എടുത്തവർ ലക്ഷങ്ങൾ മുടക്കിയിട്ട് 1-1.5 ലക്ഷത്തിന് പ്രൊഡക്റ്റ് ഇറക്കി വെച്ചിട്ട്
അങ്ങനെയാണ് ഇവർ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാഞ്ചൈസിക്ക് ചാർജ് കാര്യങ്ങൾ ഈടാക്കുന്നില്ല എന്ന് പറഞ്ഞു, ശരിയല്ലേ? പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് ബൾക്ക് പർച്ചേസിന് ഇവർ എമൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ബോച്ച ഗ്രൂപ്പിൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, ഒന്ന് കേൾക്കാം. സാധാരണക്കാരാണ് ഈ ഒരു ഫ്രാഞ്ചൈസി ഇട്ടേക്കണേ. ആളുടെ വാഗ്ദാനങ്ങൾ കേട്ടിട്ട്, ഭവിഷ്യമുണ്ണിന്റെ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് ഫ്രാഞ്ചൈസി ആൾക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാർ, ഞാൻ അടക്കമുള്ള ആൾക്കാർ കടവും കയറി മുടിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ഇനിയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ ഇതും എന്താ പറയാ, ഇതിലും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലെത്തി. ഞങ്ങളും ഈ ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ആത്മഹത്യ എന്ന വക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന് മുന്നിൽ വേറെ ഒരു പോകുമ്പോഴും അവർ കാണില്ല. കടവ് മേടിച്ച് ചെയ്ത പരിപാടി ആയതുകൊണ്ട് കടക്കാർ ഞങ്ങൾക്ക് നിൽക്കളി തന്നില്ല. ആ ഒരു പ്രശ്നം വേറെ. എന്താ പറയാ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയിലാണ് നിൽക്കണം. എല്ലാവരും ഈ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കണം. എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നാന്നൊക്കെ ഇതിന് പറയാം. ഗതികെട്ട അവസ്ഥയിൽ, അത്രയും ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാവും ആരാണെങ്കിലും. പാവമൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. അടുത്തൊരു ഓഡിയോ കേൾക്കാം. ഇത് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രാഞ്ചൈസി അല്ല. ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പം സുരാജിനോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദർ ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പ്രിൻസിപ്പൽ കമ്പനി ആൻഡ് ദി franchisee partner, and that franchisee needs to have GST and other compliances which is required to become a franchisee. ഇത് ഞാനിവിടെ ജോയിൻ ചെയ്തതിന് മുമ്പായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ ഇതിന് ഫ്രാഞ്ചൈസി എന്ന് പേരിട്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ അറിഞ്ഞത് നമ്മൾ ഒരു ലെറ്റർ മാത്രം കൊടുക്കുന്നു, യു ആർ അപ്പോയിന്റഡ് ആസ് എ ഫ്രാഞ്ചൈസി, അല്ലാതെ ബാക്കി എഗ്രിമെന്റോ അല്ലെങ്കിൽ ലീഗൽ പേപ്പറോ ഒന്നുമില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ഫ്രാഞ്ചൈസി. പിന്നെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ഒരു മോഡൽ, ഞാൻ ഇന്ന് വരെ ഒരു FMCG കമ്പനിയിൽ തേയിലപ്പൊടി മാത്രം വിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സിംഗിൾ പ്രോഡക്റ്റ് മാത്രം വിൽക്കുന്ന ഒരു കമ്പനി, ഒരു ഫ്രാഞ്ചൈസി ഒരിക്കലും കണ്ടിട്ടില്ല. ടാറ്റ സോൾട്ട് വിൽക്കുന്നു, ഉപ്പ് മാത്രമുള്ള ഫ്രാഞ്ചൈസി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ റിലയൻസ് വേറെ ഒരുപാട് പ്രോഡക്ട്സ് വിൽക്കുന്ന, അതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ കണ്ടിട്ടില്ല. ഇതെന്ന് പറയുന്ന ഫ്രാഞ്ചൈസി പേര് പറഞ്ഞു. അപ്പൊ അതിനെ ഇനി കറക്റ്റ് ആക്കി എടുക്കാനായിട്ട് പിന്നെ എന്തിനാണ് പുല്ല ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്? കാര്യം മോനെ, ഈ നാല് പറഞ്ഞു ഇവനിപ്പം പുതിയതായി ജോയിൻ ചെയ്ത അവന് എന്തൊക്കെയായിരുന്നു ഇവന് ചേർച്ചോണ്ടിരിക്കുന്നത്? അവൻ വരുന്നതിന് മുന്നേ ഇവന്മാരെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണിത്. അതിനടുത്ത് ആധികാരികമായിട്ട് ഇവൻ വന്ന് ഉണ്ടാക്കാൻ നിൽക്കുക. ഫ്രാഞ്ചൈസി എന്നുള്ള പേര് കൊടുത്തെന്നുള്ളത് ഫ്രാഞ്ചൈസി അല്ല, അതിൻ്റെതായിട്ടുള്ള യാതൊരു ലീഗൽ അഗ്രിമെന്റ്സും കാര്യങ്ങളും ഇല്ല. അങ്ങനെ അവൻ പറഞ്ഞു കഴിഞ്ഞു. അത് എന്താ വെച്ചാൽ ഇത് പക്കാ തട്ടിപ്പ്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ആ ഫ്രാഞ്ചൈസിയെ കുറിച്ച് യാതൊരു വിവരവും അറിവും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാരെ പറ്റിച്ചു. ചീറ്റിംഗ് ആണ്, അട്ടർ ചീറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ വേറെ കമ്പനിയുടെ വേറെ പ്രോഡക്ട്സും, ബോച്ചെ മാർട്ട് കംപ്ലയൻസസ്, നമ്മുടെ അപ്ലയൻസസ് ആൻഡ് അതർ തിങ്, അങ്ങനെ കുറെ നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ട്. അത് നമ്മൾ അതിനകത്തോട്ട് കയറ്റിയിട്ട് ഇത് കപ്പാസിറ്റി ഉള്ളവര്, അത് ഈ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക്, കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് അത് അത്രയും പ്രോഡക്ട്സ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് നല്ല ആൾക്കാരെ ബിൽഡപ്പ് ചെയ്തിട്ട് അവരെ ശരിക്കുള്ള ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കൊണ്ടുവരും. വിൽ ആസ്ക് ദം ടു അപ്ലൈ ഫോർ GST ആൻഡ് അതർ സ്റ്റഫ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകും. ബാക്കിയുള്ളവരെ ഇവൻച്വലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിൽ മാപ്പ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം നിലവിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് അത് ഒരു ചാനൽ മീറ്റ് മാതിരി ചെയ്തിട്ട് ഫ്രാഞ്ചൈസീസിനെ നമുക്ക് മീറ്റ് ചെയ്തിട്ട് നമുക്ക് അവരെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാൻ നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേ ഉള്ളൂ നമുക്ക് സമയം. നിനക്ക് സമയം വേണ്ട, നിനക്കൊന്നിനും സമയം വേണ്ട. നീയൊക്കെ കുറെ ഉണ്ടാക്കും. പാവപ്പെട്ടവന്റെ പൈസ മേടിച്ച് പുട്ടടിച്ചിട്ട് അവനെ ചതിയിൽ പെടുത്തില്ല. നിനക്ക് ഈ സാധനം ഓരോരോ പാക്കറ്റ് വെച്ച് എവിടെയും കൊണ്ട് വിൽക്കാൻ പറ്റില്ല. അപ്പൊ നീ എന്ത് ചെയ്ത് 1.5 ലക്ഷത്തിന്റെ കച്ചവടം ഒരുമിച്ച് അങ്ങ് ചെയ്തു, ഒരാളെ കണ്ടുപിടിച്ചിട്ട്. അല്ലെങ്കിൽ 2 ലക്ഷത്തിന്റെ കച്ചവടം ഒരുമിച്ച് അങ്ങ് ചെയ്തു. ബാക്കി അവന്മാർ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവളുമാർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള മട്ടില്. എന്നിട്ട് അവർക്ക് കച്ചവടം കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളെ വിളിച്ച് സഹായം തേടുമ്പോൾ നീയൊക്കെ മറ്റേ നമ്പർ ഇടുന്ന, രണ്ടാം കൂടെ വർത്താനം പറയുന്ന എന്താ അറിയുക. തൊട്ടടുത്ത് കടകളിൽ സാധനം ഇറക്കി കൊടുക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? അതല്ലേ കുറച്ച്. ഇതിലൊക്കെ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന് പറയും. പല തന്തൊക്കെ ഉണ്ടായ വർത്താനമൊക്കെ. ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കൊടുത്തത്, ഫ്രാഞ്ചൈസി നല്ലതല്ല, അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ബോച്ചെ TV വിൽക്കാൻ വേണ്ടി മാത്രം കൊടുത്താണ്. അവർക്ക് അവിടെ വേറെ വരുമാന മാർഗ്ഗമില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റിന്റെ കൂടെ ബോച്ചെ TV വിൽക്കുകയാണ്. അപ്പൊ ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് എടുക്കുന്ന ആൾ പറയുന്നതിൽ നമുക്ക് ന്യായം അവർ ന്യായമുണ്ട്. അവർ പറയുന്ന തെറ്റ് പറയാൻ പറ്റല്ലോ. അവർ എക്സ്ക്ലൂസീവ് ഈ പ്രൊഡക്റ്റ് മാത്രം വിൽക്കാൻ വേണ്ടി എടുത്തതാണ്. അവരതിന് നിന്ന് മെനക്കെട്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്ത ഷോപ്പിൽ ഇത് കിട്ടുമ്പോൾ അവർ പറഞ്ഞതിന് തെറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇനി അങ്ങനത്തെ എക്സ്ക്ലൂസീവ് കൊടുക്കുന്ന നിർത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇത് നമുക്ക് ഈസിയായിട്ട് പറയാം, 10 ശതമാനം നടത്തിയ പ്രശ്നമാണ്, അതൊക്കെ ബാധിക്കും. അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ നമ്മളെ എടുത്ത ഫ്രാഞ്ചൈസി ഓണർ തന്നെ നമ്മൾ തട്ടിപ്പാന്ന് പറഞ്ഞ് നടത്തുമ്പോൾ അത് വേറെ രീതിയിലൊക്കെ ബാധിക്കും. അതിപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എങ്ങനെയുള്ളത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇനിയെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നിർത്തുക.
ഫ്രാഞ്ചൈസി കൊടുക്കണ്ട എക്സ്ക്ലൂസീവ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ സ്റ്റോക്കിസ്റ്റ് ത്രൂ ഓപ്പറേറ്റ് ചെയ്യുക, പിക്കപ്പ് സെന്റർ മാത്രം മതി, ഫ്രാഞ്ചൈസി കൊടുക്കണ്ട. ഇത് കൊടുത്ത ആൾക്കാർ വന്നൊക്കെ അത് ലൈവൊക്കെ പറയുമ്പോൾ അതൊക്കെ ബാധിക്കും. ഇതൊക്കെ ചെയർമാന്റെ പേരിലേക്ക് വരാം, ചെയർമാൻ പറ്റുന്ന പറയാം ലാസ്റ്റ്. അത് പോയിന്റ്. ഇവന് ബുദ്ധിയിട്ട് ഇവൻ അവരുടെ ഏതോ ഒരു സെക്ഷനിലെ സ്റ്റാഫാണ്. എന്തായാലും മറ്റേ പുതിയതായി വന്നിട്ടുള്ള നാരയുടെ വിവരക്കാരല്ല അയാൾ പറഞ്ഞത്. ഇയാള് പക്ക നീറ്റായിട്ട് കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധനം ഇറക്കി കൊടുത്താണ്. അപ്പൊ തൊട്ടടുത്തുള്ള കടകളിൽ സാധനം എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ കച്ചവടത്തിനെ ബാധിക്കും. അത് ലീഗലി അവർ മൂവ് ചെയ്താലും പ്രശ്നമാകും. അത് ബോച്ചെ, അതായത് ഇവരുടെ ചെയർമാൻ എന്ന് പറയുന്നത് ബോച്ചെ പറ്റിച്ചു, ബോബി ചെമ്മണ്ണൂർ പറ്റിച്ചു എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യമില്ല, ഇപ്പം പറഞ്ഞു തുടങ്ങി, ഓൾറെഡി അത് പറഞ്ഞു തുടങ്ങി ജനങ്ങൾ. എന്തായാലും ഇവന് വിവരമുണ്ട്, അവൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇതിനോട് ഈ ബോച്ചെ എന്ന് പറയുന്ന പുള്ളി പ്രതികരിച്ചത് നിങ്ങൾ കേൾക്കണം. മൈ ഡിയർ ബോച്ചെ പാർട്ട്നേഴ്സ്, ഞാൻ ബോച്ചയാണ്. അപ്പം എൻ്റെ അടുത്ത് 2-3 ദിവസമായി പിഎമാരൊക്കെ ബോച്ചെ പാർട്ട്നേഴ്സിന് കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തിരക്കായതുകൊണ്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ എല്ലാവരും കൂടെ. ഞാനിപ്പോൾ യാത്രയിലാണ്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത് തുടങ്ങിയത്, ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തുടങ്ങിയതിന്റെ ലക്ഷ്യം നമുക്ക് എല്ലാവരുടെയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് സുഗമമായി വിൽക്കാനും നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടാനും എനിക്കും അതിന്റെ ലാഭം കിട്ടാനും വിൻ വിൻ സിറ്റുവേഷനാണ് ഉദ്ദേശിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കേൾക്കും, അതിന് പരിഹാരം നൽകുന്നതായിരിക്കും. അന്യായമായ കാര്യങ്ങളാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ. നിങ്ങൾക്ക് നഷ്ടം വരുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇനി അത് വിട്ടിട്ട് ആർക്കെങ്കിലും ബിസിനസ് അല്ലേ, ചിലർക്ക് ബിസിനസ് ചെയ്യാൻ കഴിവുണ്ടാവില്ല, നടത്തിക്കൊണ്ടു പോകാൻ അറിയുന്നുണ്ടാവില്ല, പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പൈസ ഇറക്കിയത് എന്താണോ അതിൽ വല്ല നഷ്ടം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ഇറക്കിയത് എത്രയാണോ, നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ, നിങ്ങൾ ഇറക്കിയ മുതലിന് നഷ്ടമില്ലാത്ത രീതിയിൽ അത് തിരിച്ചു നൽകാനും ആ ഫ്രാഞ്ചൈസി മറ്റൊരാൾക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഏർപ്പാട് ചെയ്യാവുന്നതാണ്. ബിസിനസ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കും, സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇവിടെ പുതിയ കമ്പനി ആയതുകൊണ്ട് പല സ്റ്റാഫുകളിലും ഉത്തരവാദിത്തമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കാത്തവരും ഉത്തരവാദിത്തമില്ലാത്തവരൊക്കെ ഉണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാനും അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഹെഡുകളിൽ നിന്ന്, എല്ലാവരും അല്ല. അപ്പോൾ അതിനും കറക്റ്റ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നായി വരാൻ ഇച്ചിരി സമയമെടുക്കും, നിങ്ങൾക്കറിയാലോ. ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും മനഃപൂർവ്വമായിരിക്കില്ല. കഴിവുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്ത് ശരിയായ രീതിയിൽ പ്രൊഫഷണലായിട്ട് ഭരിക്കാൻ കഴിവുള്ളവരെ കൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ചെയ്യുന്നുണ്ട്. കഴിവുള്ളവരും ഇല്ലാത്തവരും ഉത്തരവാദിത്തമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കി പരിഹരിക്കണം. നിങ്ങളെ കേട്ടാലാണ് അറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും. അതിന് കാരണക്കാർ നമ്മളാണോ എങ്കിൽ അതും, അല്ലാത്ത പക്ഷം നിങ്ങളുടെ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കിയ പൈസയും കാര്യങ്ങളും ഒരു രൂപ നഷ്ടമില്ലാതെ തിരിച്ചാണ്. ഈ കമ്പനിയുടെ ഒരു ക്വാളിറ്റി അതാണ്. അങ്ങനെ വന്നാൽ അത് ക്ലിയർ ആക്കും എന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. തൽക്കാലം ഇതിൽ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ലീഡേഴ്സ് ഇവരെ കേട്ടുകൊണ്ട് തൽക്കാലം ഞാൻ മീറ്റിംഗ് കൂടുന്നത് വരയ്ക്കും. തിരക്കാണ് ഈ ഒരാഴ്ച. ഇടയിലുള്ള കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ളതൊക്കെ പരിഹരിച്ച് കൊടുക്കുക വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബോച്ചെ, നിങ്ങൾ ഇതിനോട് ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. എന്തായാലും നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി വന്ന് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചേ പറ്റുള്ളൂ. ഈ പറഞ്ഞതിന് കുറെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ ജെന്യൂൻ ആയിട്ടാണെന്ന് തോന്നി, ആണെന്ന് ഞാൻ പറയില്ല, തോന്നിപ്പിച്ചു. അതിന് നിങ്ങൾ മിടുക്കനായിരിക്കാം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ നിങ്ങളുടെ സ്റ്റാഫുകളുടെ കൊള്ളരുതായ്മ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുത്ത് കൊണ്ടുപോവുക. അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങൾ കാരണം അവരുടെ ഓരോ ദിവസത്തെ വാടക കൊടുത്തതടക്കം അവർക്ക് നഷ്ടമാണ്. അത് നിങ്ങൾ പരിഹരിച്ചു കൊടുത്തേ പറ്റൂ. സത്യത്തിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ വെള്ള വസ്ത്രത്തിനുള്ളിലെ ചെന്നായാണോ അതോ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലുണ്ടെന്നറിയാതെ അവറ്റകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനാണോ അറിയുന്നില്ല. സത്യത്തിൽ ജനങ്ങളെ പറ്റിച്ച് കഴിക്കാതിരിക്കാൻ നിങ്ങളായാലും നിങ്ങളെ കൂടെ ഉള്ളവരായാലും ഒരു കാരണവശാലും നിങ്ങളുടെ ബിസിനസിന്റെ ഉന്നമനത്തിന് വേണ്ടി അവരെ കരുക്കളാക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് നേരെ എന്തായാലും തിരിയും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വലിയ ബിസിനസ്മാൻ ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നായി മാറില്ല.
ഇതിൽ അവസാനം നേരത്തെ വന്ന ആ പുതിയ മോനില്ലേ, ആ മോന്റെ കുറച്ച് ഭീഷണി സ്വരത്തിലുള്ള ഓഡിയോ കൂടെ കേൾക്കാൻ നമുക്ക്, എന്നിട്ട് അവനോട് നല്ല വർത്താനം പറയാം. പിന്നെ ഈ ഏതൊക്കെ ഡീലർ ആയാലും ഏതൊക്കെ ചാനൽ പാർട്ണർ ആയാലും ഫ്രാഞ്ചൈസി ആയാലും പത്രസമ്മേളനം നടക്കുന്ന ഒറ്റ ഒരു പത്രസമ്മേളനം ഇപ്പൊ എഴുതി വെച്ചു വേണമെങ്കിൽ ഒറ്റ ഒരു നല്ല ജേർണലിസ്റ്റും വരില്ല, ഒറ്റ ഒരു നല്ല മീഡിയ കമ്പനിയും വരില്ല ഇവരുടെ ഇത് കവർ ചെയ്യാനായിട്ട്. വേണമെങ്കിൽ ചില മഞ്ഞപത്രക്കാർ വല്ലതും വരും, അവര് അടിച്ചുവിടുന്ന അങ്ങനെ 1000 ആൾക്കാർ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും കുറെ കിടക്കുന്നു. അത് എല്ലാ വലിയ കമ്പനീസ് ടാറ്റയുടെയും ബിർളയുടെയും റിലയൻസിന്റെ എല്ലാവരുടെ അഗേൻസ്റ്റ് ലക്ഷങ്ങൾ പ്രോഡക്റ്റ് വിൽക്കും, കോടികൾ പ്രോഡക്റ്റ് വിൽക്കുന്നവരുടെ അഗേൻസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ 2-3 കമന്റ്സ് 10 കമന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ചാനൽ പാർട്ട്നേഴ്സ് അഗേൻസ്റ്റ് ആവും. അത് വിച്ച് ഇസ് ഫൈൻ. ആസ് എ കമ്പനി, ആസ് എൻ എംപ്ലോയി, വി ഓൾ ഷുഡ് സ്റ്റാൻഡ് ടുഗദർ ആൻഡ് ടോക്ക് പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയാണ്, നമ്മൾ ഈ ടീ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ FMCG പ്രോഡക്റ്റ്. FMCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എനി അതർ പ്രോഡക്റ്റ് ഇൻ ദി FMCG മാർക്കറ്റ്. അത് ഗ്രോസറി ഷോപ്പിലും വിൽക്കും, സ്റ്റേഷനറി ഷോപ്പിലും വിൽക്കും, മുക്കിന് നമ്മൾ വിൽക്കും. ഇനിയും അതും പറഞ്ഞുകൊണ്ട് ഇപ്പം ആരെങ്കിലും സൂസൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇറ്റ്സ് എൻ ഓവർ ഇമോഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അതിനെപ്പറ്റി. നമ്മൾ 10 പേര് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരേ ലാംഗ്വേജ് പറയണം പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇവർ തന്നെ അടങ്ങിക്കോളും. ഇപ്പൊ ഇവർ കുറച്ച് പേര് ചാനൽ പാർട്ട്നേഴ്സ് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഉപജീവന മാർഗ്ഗമാക്കി കൊടുത്ത് അവരിപ്പോൾ നമ്മളുടെ അഗേൻസ്റ്റ് യൂണിയൻ ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക. ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ ആൻഡ് ഐ think we should not let that happen also. നമുക്കും നല്ല ലീഗൽ ടീമുണ്ട്, നമുക്കും അത്യാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. വി വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്, ഡോണ്ട് വറി. ആൻഡ് നമ്മുടെ കൂടെ ശരിക്കും അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് നമ്മളും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഫ്രാഞ്ചൈസീസും പാർട്ട്നേഴ്സും ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ്, അവർ ഇനിയും ബില്ലിംഗ് ചെയ്യേണ്ട നമ്മളോട്. ദാറ്റ്സ് ഓൾ. അത് വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ നിർത്തത്തില്ലല്ലോ. വി വിൽ നോട്ട് സ്റ്റോപ്പ് ആൻഡ് വി വിൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് എനിവൺ ഓൾസോ. നീ ഒന്നും നിർത്തണ്ടടാ, നിർത്തിക്കാനുള്ളതൊക്കെ പിന്നാലെ വന്നു. പിന്നെ നിനക്ക് ലീഗൽ സപ്പോർട്ട് ഉണ്ട്, നിന്നെ ഭീഷണിപ്പെടുത്തണ്ടെന്നോ? സാധാരണക്കാരന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നീ ബിസിനസ് നടത്തുന്നു. അവരുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തതിന് പുറമെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നീ ചെയ്യുന്നുണ്ട്, നീ നിന്റെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീ ന്യായീകരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അവരെ ആത്മഹത്യ ചെയ്യുന്ന കൊണ്ട് ഭീഷണിപ്പെടുത്തിയാൽ അത് നിങ്ങളെ വിഷയമല്ല, നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നല്ലേ. ഭീഷണിയുള്ള പരനാറികളതൊന്നും പാവപ്പെട്ടവന്റെ രോദനമാണ്. കയ്യിലുള്ള എല്ലാം നുള്ളിപ്പെറുക്കി നിന്നെ പോലുള്ളവന്മാരുടെ ചതിയിൽ വന്ന് പെട്ടിട്ട് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മേടിച്ച് വെച്ച് അത് കച്ചവടം ചെയ്യാൻ പറ്റാത്തവന്റെ സങ്കടമാണ്. അവനൊക്കെ നാളെ എന്തെങ്കിലും ചെയ്തു പോയാൽ നീ ഒന്നും സമാധാനം പറയില്ല എന്നറിയാം. നിനക്ക് ലീഗൽ വലിയ സപ്പോർട്ടുകളുള്ള ആളുകളല്ലേ, ടീം അടക്കം ഉണ്ടാവും, ലീഗൽ ടീം, കേസ് വാദിക്കാൻ വക്കീൽമാരെല്ലാം ഉണ്ടാവും. മറ്റേകൾക്ക് ആരും ഉണ്ടാവില്ല ചോദിക്കാനും പറയാനൊന്നും. പിന്നെ നീ എന്താ പറഞ്ഞത്, മുൻനിര മാധ്യമങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഇതുപോലെ മഞ്ഞ പത്രങ്ങളോ അല്ലെങ്കിൽ ലോക്കൽ ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ ഒക്കെ ഉണ്ടാവും 10 കമന്റ് വെച്ചിരിക്കുന്നതാണ്. അറിയാം, പണമുള്ളവന്റെ പിന്നാലെ വാലാട്ടി നടക്കും ഏത് വലിയ മാധ്യമങ്ങളും. പക്ഷേ സാധാരണക്കാർ ഇതുപോലെ വായടച്ചു മിണ്ടാതിരിക്കില്ല. സാധാരണക്കാരന്റെ ഒരു ചാനലും അല്ലെങ്കിൽ സാധാരണക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ അവരെ കൂടെ നിൽക്കുള്ളൂ. അത് നിന്റെ ഈ കള്ളക്കളികൾ പുറത്തു വരുമ്പോൾ മുൻനിര മാധ്യമങ്ങളിൽ നട്ടലുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ ചിലയ്ക്ക് മറുപടി അവർ തന്നിരിക്കും. നിങ്ങൾ അവരെയൊക്കെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ രീതിയിൽ അവർ വരില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ പൈസ കൊടുത്ത് ഒതുക്കുമെന്നുള്ള ധൈര്യവും ധാർഷ്ട്യമായിരിക്കും. എന്തായാലും ഈ തമ്മില്ലാത്തരത്തിന് അല്ലെങ്കിൽ ഈ കാണിച്ച നെറികേടിന് അനുഭവിക്കാതെ പോകില്ല. അത് ചെയ്തത് ബോച്ചയാണെങ്കിലും ബോച്ചന്റെ ഏത് അടിമകളാണെങ്കിലും ശരി. ഇനി ബോച്ചയ്ക്ക് ഇതിൽ പങ്കില്ലാതാണെങ്കിലും ബോച്ചയെ പൊന്നാര ബോച്ച നിങ്ങൾ അത് ക്ലിയർ ചെയ്തേക്ക്. നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള ഫണ്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, തിരിച്ചു കൊടുത്തേക്ക്. മേടിച്ചു വെച്ചതല്ലേ, ഔദാര്യമായിട്ട് കൊടുക്കേണ്ട, സഹായം കൊടുക്കണ്ട, നിങ്ങൾ തിരിച്ചു കൊടുത്തേക്ക്. അവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് തിരിച്ചു കൊടുത്ത് അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വിട്ടേക്ക്. നല്ലവരായ ഏതെങ്കിലും മനുഷ്യന്മാരെ അവരെ സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ സമൂഹത്തിലെ പല വിപത്തുകൾക്കും കൂടെ നിന്ന് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. നല്ലത് ചെയ്താൽ അത് ഏത് നെറികെട്ടവൻ നല്ലത് ചെയ്താലും നല്ലത് നിന്നെ പറയും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ചെയ്യരുത്, അത്രേ പറയുന്നുള്ളൂ. എനിവേ, ഇതിനോട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കാൻ എന്നെ കാണുന്ന ആളുകൾക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ബോച്ചയുടെ പ്രതികരണം വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ബൈ.